ശ്രീ എം ജയചന്ദ്രൻ നോക്കൂ, ഇവിടെ വിദഗ്ധനായ ബി ചക്രവാണി പറയുന്നു ഇത് പലരും പ്രളയ സമാനമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു മഴ. ഈ കുറഞ്ഞ സമയത്ത് കൂടുതൽ നേരം കൊണ്ട് പെയ്യേണ്ട സമയം മഴ കുറഞ്ഞ സമയത്ത് പെയ്യുന്നതാണ് ഈ പ്രളയ സമാനമായൊരു സാഹചര്യം. പക്ഷേ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ 2018 പ്രളയത്തിൻ്റെയോ അതിൻ്റെ അടുത്ത് വരുന്നതോ ആയ ഒന്നും തന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദുരിതമുണ്ടായതെന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ ലോക അടിസ്ഥാനത്തിൽ തന്നെ വരുന്ന ആസൂത്രണങ്ങളുടെ മനുഷ്യൻ്റെ പിഴവുകൾ കൊണ്ട് സംഭവിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യം നാം പരിശോധിച്ചാൽ ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനും മറ്റ് ക്രമീകരണങ്ങൾക്കുമുള്ള ഏർപ്പാടുകൾ മുൻകരുതലായി എടുക്കുന്നതിൽ പരാജയം പറ്റിയോ? നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് ഓടകളടക്കം നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം അടക്കം എല്ലാം വളരെ സ്മാർട്ടായിരിക്കണം. അതിനാണ് നാം മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത്. അത് രോഗനിർമ്മാർജ്ജനത്തിന് മാത്രമല്ല. അത്തരത്തിൽ ഒരു മുന്നൊരുക്കം ഇപ്പോൾ മഴ തുടങ്ങിയിട്ടെങ്കിലും അതിൻ്റെ ശക്തി വ്യാപിക്കുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കുമാണ് ഇതിൻ്റെ വിഷൻ പോകുന്നത്, ഇതിൻ്റെ വിമർശനങ്ങൾ പോകുന്നത്. അതെ ജിംഷാദ്, ഇതിൻ്റെ വിമർശനങ്ങൾ സ്വാഭാവികമായ വിമർശനങ്ങൾ ഇത്ര ഒരു കാര്യത്തിൽ പെട്ടെന്നുണ്ടാകുന്നൊരു മഴയിലുണ്ടാവും. പക്ഷേ ഡോക്ടർ ചക്രപാണി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പലതിനോടും യോജിക്കാമെങ്കിലും ചില കാര്യങ്ങളോട് ഖേദപൂർവ്വം ഞാൻ വിയോജിക്കുകയാണ് ഇവിടെ. കാരണം ഇന്നലെ സാധാരണഗതിയിൽ മനസ്സിലാക്കപ്പെടുന്നത് ഒരു 24 മണിക്കൂറിനകത്ത് 205 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്താൽ അത് അതിതീവ്ര മഴയുടെ ഒരു സാഹചര്യമായിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്നതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം. ഇന്നലെ ഇവിടെ റാന്നിയിൽ മാത്രം 311 മില്ലിമീറ്റർ മഴയാണ് പെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 205 അവിടെ നിൽക്കുന്നു, 311 അവിടെ നിൽക്കുന്നു. അതാണുണ്ടായ സാഹചര്യം. പിന്നെ അത് വയനാട്ടിലാവട്ടെ 225 മില്ലിമീറ്ററായി. ഇത്രയും തീവ്രതയില്ലെന്നുള്ളതേ ഉള്ളൂ. അവിടെയും അതേ തീവ്രതയ്ക്ക് കുറവില്ല, ഏറ്റക്കുറച്ചിലുണ്ടാവാം എന്നുള്ളതേ ഉള്ളൂ. അത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് സാധാരണഗതിയിലും സ്വാഭാവികമായും സംഭവിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഏത് സമയത്തും വരാം. ഇപ്പോൾ എൽനിനോ പ്രതിഭാസം കാരണം നമുക്ക് വേണ്ടത്ര മഴ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ മഴ അവിചാരിതമായിട്ടുണ്ടാകുന്നു എന്നുള്ള നില കൂടെ വരുന്നതായും പറയേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കാണണം. അപ്പോൾ ലോങ് ടൈം ഷോർട്ട് ടൈം റിലീഫ്സ് എന്തൊക്കെയാണ് നൽകാൻ കഴിയുക എന്നുള്ളത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് എന്താണിപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതം ഇൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തരണം ചെയ്യാനായി കൊടുത്തിട്ടുണ്ട്. അത് റവന്യൂ വകുപ്പിന് കീഴിലാണല്ലോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പുള്ളത്, ആ സംവിധാനമുള്ളത്. അവരങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ തുക കൊടുത്തിട്ടുള്ളതായിട്ട് അറിയാം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കൈരളിയിൽ തന്നെ കാണിച്ചല്ലോ പാലായിലെ പ്രശ്നം, ഈരാറ്റുപേട്ടയിലെ പ്രശ്നം. ഇതൊക്കെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഒരു മഴ കൊണ്ടുണ്ടാവുകയാണ്. നേരം വെളുപ്പാങ്കാലം മുതൽ തുടങ്ങിയ മഴ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ അതിരൂക്ഷമായ കെടുതികൾ ഉണ്ടാക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത, പ്രളയകാലത്ത് പോലും ഉണ്ടാവാത്ത ദുരിതമാണ് ഈരാറ്റുപേട്ടയിൽ സംഭവിച്ചതെന്ന് ശ്രീ വി എൻ വാസവൻ ചാനലുകളിലൂടെ പറയുന്നത് നമ്മൾ കുറച്ചു മുമ്പ് കേട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ പല ഭാഗത്ത്, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതാവുന്നു. ഇതിനിടയ്ക്ക് ഇതിൻ്റെ ദുരിതത്തിൽപ്പെട്ട് 5 പേർ മരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഷോർട്ട് ടൈം ലോങ് ടൈം എന്താണ്, 2 തരത്തിലുള്ള സ്ട്രാറ്റജി എന്താണ്? അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ എന്താണ് മറുപടി? അതൊക്കെ എൻ്റെ ഓഫീസിൽ നിന്ന് റിലീസ് തരും നിങ്ങൾക്ക്. വാസ്തവത്തിൽ അത് കേൾക്കുമ്പോൾ എന്താണ് കേൾക്കുന്നവർക്ക് മനസ്സിലുണ്ടാവുന്നത്? ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത് എന്ന് ആലോചിച്ച് പോകുന്നത് 2018 സാഹചര്യം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ്. മുഖ്യമന്ത്രി തന്നെ മുന്നിലിരുന്ന് അന്ന് വിശദീകരിക്കുകയാണ് അന്നത്തെ. ഇപ്പോൾ ഇന്നൊരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തെ മൊത്തം അനലൈസ് ചെയ്ത് മുഖ്യമന്ത്രി വരുന്ന ഒരു മണിക്കൂർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഒരു അതെ ആ ധൈര്യവും പ്രത്യാശയും അതിലൂടെ ഏതാണ്ട് നിരന്തരം മനുഷ്യരിലേക്ക് അങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു സമീപനം ഭരണാധികാരികളിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രമല്ല ഭരണാധികാരികളിൽ നിന്ന് മൊത്തം ജനങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ളത്, അവർക്ക് മറ്റ് പ്രതീക്ഷകളല്ലല്ലോ ഉള്ളത്. ഭരണാധികാരി അങ്ങനെ ചെയ്യണമെന്നല്ല പ്രതീക്ഷിക്കേണ്ടത്. അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രി പറയുന്നത് ഒന്നും പറയാനില്ല,
എൻ്റെ ഓഫീസിൽ നിങ്ങൾക്ക് റിലീസ് തരുമെന്ന് പറയുന്നത്. അതെന്ത് തരം ഭരണമാണ് സർ? മുഖ്യമന്ത്രിയോട് എൻ്റെ പിന്നെ ഒരു റിക്വസ്റ്റാണ്, ഒരു അഭ്യർത്ഥനയാണ്. എന്ത് തരം താല്പര്യമാണ് സർ അങ്ങയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ജനങ്ങളെ അങ്ങനെ പാനിക്കാക്കരുത്. സ്വാഭാവികമായി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പാനിക്കാവും. എന്നാൽ ഇങ്ങനെ ഒരു ഭരണാധികാരി ആക്കരുത്. അതൊരു പ്രശ്നം. മറ്റൊന്ന്, ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നമുണ്ട്, ഭൂമിയിലേക്ക് വെള്ളം താഴാൻ മാർഗ്ഗമില്ല. അത് വളരെ ശരിയാണ്. നമ്മൾ കഴിഞ്ഞ പ്രളയകാലത്ത് ഇതേ പ്രശ്നം ചർച്ച ചെയ്തതാണ്. അന്ന് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ വീടകങ്ങളിൽ നമ്മുടെ മുറ്റമെല്ലാം ടൈൽസ് ഇട്ട് വൃത്തിയാക്കി നമ്മൾ സൂക്ഷിക്കുകയാണല്ലോ കഴിയുന്നതും. പിന്നെ നേരത്തെ നഗരപ്രദേശങ്ങളിലായിരുന്നെങ്കിൽ ഇപ്പോൾ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളും മുറ്റം മുഴുവൻ ടൈലിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കുകയാണ്. ഫലം എന്താണ്? ഈ മഴവെള്ളം പെയ്തു വന്നാൽ താഴേക്ക് താഴാൻ മുറ്റത്ത് പോലും മാർഗ്ഗമില്ല. ഇത് സ്വന്തം നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത്, പലരുടെയും വീട്ടുമുറ്റത്ത് സംഭവിക്കുന്നൊരു കാര്യമാണ്. അതിന് പോലും പരിഹാരം ഈ കഴിഞ്ഞ 8 വർഷം മുമ്പ് ഉണ്ടായിട്ട് നമ്മൾ അന്നു മുതൽ പറഞ്ഞിട്ടും ഇപ്പോഴും അതിന് മാറ്റമില്ലാതെ തുടരുകയാണ്. ഇത് എങ്ങോട്ടാണ്? ബധിരകരണങ്ങളിലേക്കാണോ പതിക്കുന്നത്? ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളെന്ന് പലവട്ടം നമ്മളൊക്കെ ചർച്ച പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആൾക്കാർ അതല്ല ചെയ്യുന്നത്. അതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുപാട് പങ്കുവച്ചിട്ടുണ്ട്. ഈ ഒരു മനോഭാവം മാറ്റാൻ ചെയ്യുന്നില്ല, അടുക്കുന്നത് പാകുന്നത്. അങ്ങനെ പുതിയ ടൈൽസുകളൊക്കെ ഉണ്ട്, വെള്ളം താഴ്ന്നു പോകുന്ന തരത്തിലേക്ക്. എനിക്കറിഞ്ഞൂടാ. പക്ഷേ അതൊരു തെറ്റായ പ്രവണതയാണ് ജിംഷാദെ. ഈ ടൈല് പാകി മുറ്റത്ത് മറ്റൊരു രൂപമാക്കുന്നത്. അത് ഈ ഭംഗി മാത്രമല്ല, പ്രകൃതിയോടിണങ്ങി ജീവിക്കുക എന്നുള്ളത് സഹജമായൊരു രീതിയായി മാറണം എന്നുള്ളത് എത്രയോ കാലമായി എത്രയോ പേര് പറയുന്നതാണ്. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ ഒരു മൂല്യമുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ പല തദ്ദേശ സ്ഥാപനങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ വേണ്ടത്ര ഒരു പരിഗണന കിട്ടുന്നില്ല. മറ്റ് പല പ്രദേശങ്ങളിൽ കൃഷി പ്രകൃതി വിരുദ്ധമല്ല. കർഷകൻ എന്നുള്ളത് തന്നെ ബ്രാൻഡഡാണ്. കർഷകനാകുന്നത് എങ്ങനെയാണ്? പ്രകൃതിയിൽ അവൻ ജീവിക്കുന്നതുകൊണ്ട് അവൻ കർഷകനാകുന്നത്. അത് പ്രകൃതി വിരുദ്ധമാണെന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ ഞടുങ്ങിപ്പോവുകയുള്ളൂ. മറ്റൊന്നും പറയാൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെങ്കിൽ പ്രത്യേക തരത്തിലൊരു വിള രൂപപ്പെടുത്തുകയും അതവിടെ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അതിന്റെ വൈരുദ്ധ്യങ്ങളെ ആക്രമിക്കുന്ന പല തോട്ടുകളുണ്ട്. ഞാനൊരു വനവാസ ചിന്ത വേണ്ടി വരും. ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ എതിർത്ത് പറഞ്ഞതല്ല ജയചന്ദ്രൻ സാർ, എൻ്റെ ഒരു അഭിപ്രായം മുമ്പോട്ട് വെച്ചതേ ഉള്ളൂ. അത് ശരി. ഓക്കെ.